വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. നമ്മൾ മൊബൈൽ ഫോണിൽ മെസ്സേജ് അയക്കാൻ സാധാരണയായി ഇംഗ്ലീഷും മലയാളവുമാണ് ഉപയോഗിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് 2 തംസ് വെച്ച് വളരെ ഫാസ്റ്റായി ടൈപ്പ് ചെയ്യുന്നത് കാണാം. എന്നാൽ അതിലും ഫാസ്റ്റായി വോയിസ് ടൈപ്പിംഗ് ഉപയോഗിച്ച് മെസ്സേജ് അയക്കാം. മൊബൈലിലെ വെർച്വൽ കീബോർഡിൽ ബുദ്ധിമുട്ട് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഗൂഗിളിൻ്റെ വോയിസ് ടൈപ്പിംഗ് ഉപയോഗിച്ച് നമ്മൾ പറയുന്നത് എളുപ്പത്തിൽ ടെക്സ്റ്റ് മെസ്സേജ് ആക്കാം. ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ജീബോർഡ് വെർച്വൽ കീബോർഡായിട്ടുള്ള ആൻഡ്രോയിഡ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു ഫോണിൽ എങ്ങനെയാണ് വാട്സപ്പ് മെസ്സേജ് വോയിസ് ടൈപ്പിംഗ് ചെയ്യുന്നത് എന്ന്. ജീബോർഡ് പോലെ തന്നെ മംഗ്ലീഷ് പോലെയുള്ള മറ്റ് കീബോർഡുകൾക്കും സെറ്റിങ്സ് സിമിലറാണ്. വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കണമെങ്കിൽ മൊബൈലിലെ മൈക്രോഫോൺ ആക്സസ് ചെയ്യാൻ കീബോർഡ് സോഫ്റ്റ്വെയറിന് പെർമിഷൻ കൊടുത്തിരിക്കണം. അതുകൂടാതെ വോയിസ് ടൈപ്പിംഗ് എനേബിൾ ചെയ്തിരിക്കണം. കീബോർഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് സാധാരണഗതിയിൽ ചെയ്തിട്ടുണ്ടാവാം. ഇതിനെപ്പറ്റി കൂടുതലായി നമുക്ക് പിന്നീട് പരിശോധിക്കാം. എൻ്റെ മൊബൈൽ ഫോണിലെ ഒരു വാട്സപ്പ് ചാറ്റ് വിൻഡോവിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് സ്ക്രീനിൽ കാണുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വോയിസ് ടൈപ്പിംഗ് ഉപയോഗിച്ച് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് എന്ന്. ഇവിടെ ഒരു മൈക്രോഫോൺ ഐക്കൺ കാണാം. ഇത് നമ്മളുടെ വോയിസ് മെസ്സേജ് അയക്കുന്നതിനുള്ള മൈക്രോഫോണാണ്. ഇതിന് വോയിസ് ടൈപ്പിങ്ങുമായി ബന്ധമില്ല. ഇവിടെ ഇടതുവശത്ത് കാണുന്ന ഈ മെനു ഐക്കൺ ടാപ്പ് ചെയ്താൽ നെക്സ്റ്റ് സ്ക്രീനിൽ അവിടെ നിങ്ങൾക്ക് ഒരു കീബോർഡ് ഐക്കൺ കാണാം. കീബോർഡ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇൻ ദ നെക്സ്റ്റ് സ്ക്രീൻ യു വിൽ ഗെറ്റ് ദ കീബോർഡ്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഒരു മൈക്രോഫോണിൻ്റെ ഐക്കൺ കാണാം. ഈ മൈക്രോഫോൺ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വോയിസ് ടൈപ്പിംഗ് ആക്ടിവേറ്റ് ആകുന്നു. പിന്നെ ഇവിടെ സ്പീക്ക് നൗ എന്ന് കാണാം. യു ക്യാൻ സ്റ്റാർട്ട് സ്പീക്കിംഗ്. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷാണ് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ലാംഗ്വേജ് മലയാളത്തിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ലാംഗ്വേജ് മാറ്റാവുന്നതാണ്. നമ്മുടെ സെറ്റിങ്സ് കറക്റ്റ് അല്ലെങ്കിൽ ഇത് എറേഴ്സ് കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഈ മൈക്രോഫോൺ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കീബോർഡ് സോഫ്റ്റ്വെയറിന് മൈക്രോഫോൺ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊരു എറർ മെസ്സേജ് കാണിക്കും. പെർമിഷൻ റിക്വയർഡ്. ഇവിടെ അലൗ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വൈൽ യൂസിങ് എന്ന ഓപ്ഷൻ എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ വോയിസ് ടൈപ്പിംഗ് എനേബിൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പിംഗ് കീബോർഡ് എപ്പിയർ ചെയ്യുമ്പോൾ വലതുവശത്തുള്ള മൈക്രോഫോൺ ഐക്കൺ കാണാൻ കഴിയില്ല. കാരണം വോയിസ് ടൈപ്പിംഗ് ആക്ടിവേറ്റഡ് അല്ല. ഇവിടെ ഈ കാണുന്ന സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് യു ടു ദിസ് സ്ക്രീൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം വോയിസ് ടൈപ്പിംഗ്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് യു ടു ദ സ്ക്രീൻ. ഇവിടെ വോയിസ് ടൈപ്പിംഗ്. ഈ സ്വിച്ച് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് വോയിസ് ടൈപ്പിംഗ് എനേബിൾ ചെയ്യാം. സോ 2 കാര്യം നമ്മൾ ഉറപ്പാക്കി കഴിഞ്ഞു. സാധാരണ ആക്ടിവേറ്റഡ് ആയിരിക്കും. ആക്ടിവേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ മൈക്രോഫോൺ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ വോയിസ് ടൈപ്പിംഗ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കാൻ യാതൊരു തടസ്സവുമില്ല. ഇതാണ് 2 യൂഷ്വൽ എറേഴ്സ് നമ്മൾ കാണുന്ന 2 കാര്യമാണ്. മൈക്ക് പെർമിഷൻ ഡിസേബിൾഡ് ആണ്. വോയിസ് ടൈപ്പിംഗ് ഈസ് നോട്ട് ടേൺഡ് ഓൺ. ഈ 2 എറേഴ്സാണ് സാധാരണഗതിയിൽ കാണുന്ന എറർ. അഥവാ സെറ്റപ്പ് ചെയ്യുമ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി സെറ്റിങ്സ് പോയിട്ട് ഈ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്ത് മൈക്രോഫോൺ പെർമിഷൻ കൊടുക്കാൻ അതുപോലെ വോയിസ് ടൈപ്പിംഗ് എനേബിൾഡ് അല്ലെങ്കിൽ വോയിസ് ടൈപ്പിംഗ് എനേബിൾ ചെയ്യാം. ഇവിടെ ഒരു മെസ്സേജ് എങ്ങനെയാണ് വോയിസ് ടൈപ്പിങ്ങിലൂടെ അയക്കുന്നത് എന്ന് നോക്കാം. ഞാൻ മൈക്രോഫോൺ ആക്ടിവേറ്റ് ചെയ്ത് ഇപ്പോൾ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിലൊരു മെസ്സേജ് കൊടുത്തു. ലാംഗ്വേജ് മാറ്റി വീണ്ടും മൈക്രോഫോൺ ആക്ടിവേറ്റ് ചെയ്ത് മലയാളത്തിലൊരു മെസ്സേജ് കൊടുത്തു. വീണ്ടും ഞാൻ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് മൈക്രോഫോൺ ആക്ടിവേറ്റ് ചെയ്ത് I am giving another message. So this message is ready. I can just
സെൻഡ് ഇറ്റ്. ഗൂഗിളിലെ വോയിസ് ടു ടെക്സ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഇറ്റ്സ് ഓൾമോസ്റ്റ് എറർ ഫ്രീ എന്ന് പറയാം. യു ക്യാൻ ചേഞ്ച് ഓവർ ടു ദ ലാംഗ്വേജസ് സെലക്റ്റഡ് ഈസിലി. എളുപ്പത്തിൽ മാറാം. വിത്ത് Gboard ഇത്രയും സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ. ഇത് എളുപ്പത്തിൽ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ വി ക്യാൻ സേ ദറ്റ് ദിസ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഓൾസോ വെരി പവർഫുൾ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങൾ അഥവാ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. Please also tap the hype button and hype the video. Thank you for watching. Hope to see you soon with another useful video. Take care.